അല്പസമയം മുമ്പ് നിരീക്ഷകരുമായി കെ സുധാകരൻ കൂടിക്കാഴ്ച നടന്നു. ആ കൂടിക്കാഴ്ചയിലാണ് കെ.സി. വേണുഗോപാലിനായി ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. അതായത് കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ഫോർമുല തയ്യാറാക്കിയ കത്താണ് AICCയിൽ നിന്നും വന്ന നിരീക്ഷകർക്ക് നൽകിയിരിക്കുന്നത്. ഫോർമുല എന്താണെന്ന കാര്യത്തിൽ വ്യക്തമില്ല. പക്ഷേ കെ.സിക്ക് മുൻതൂക്കം നൽകുന്ന ഒരു കത്താണ് കെ സുധാകരൻ നൽകിയെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ദിവ്യ ഈ ചോദ്യം എന്നോട് ചോദിച്ചിട്ടേ ഉള്ളൂ. കാരണം എന്തായിരിക്കും കെ സുധാകരന്റെ ഫോർമുല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ദിവ്യയോട് പറഞ്ഞു അത് കെ.സി. വേണുഗോപാലിന് വേണ്ടിയുള്ള ഒരു ഫോർമുല ആയിരിക്കും. തൊട്ട് പിന്നാലെയാണ് രജീഷ് ആ വാർത്തയായിട്ട് വരുന്നത്. അതായത് മുഖ്യമന്ത്രി ആക്കിയാൽ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കിയാൽ ബാക്കി രണ്ടുപേർ എന്ത് എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങളിപ്പോൾ ചർച്ചയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ ഭാഗം പോലും ആകാനുള്ള സാധ്യതയില്ല. അപ്പോൾ സുധാകരന്റെ ബാക്കി ഫോർമുലയുടെ ബാക്കി ഭാഗം എന്താണെന്ന് അറിയാം. അക്കാര്യത്തിൽ വ്യക്തമില്ല ആരൊക്കെയാണ്. കാരണം ആദ്യം രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചായിരുന്നു കെ സുധാകരൻ മുന്നോട്ട് വന്നത്. അപ്പോൾ എന്തായാലും അതിനൊരു പക്ഷം ചേർന്നു. ഒപ്പം തന്നെ കെ.സിയെ മുൻതൂക്കം നൽകുന്ന ഒരു ഫോർമുലയായിരിക്കും നേതൃത്വം നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കെ.സിയെ പിന്തുണച്ച് മുന്നോട്ട് വന്ന MLA-മാർക്ക് മന്ത്രിസ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. ഒപ്പം തന്നെ മറ്റു ഗ്രൂപ്പുകളുടെ ഒരു സമായം കൂടി ഉൾപ്പെടുത്തിയ ഒരു ഫോർമുലയാണ് നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് A ഗ്രൂപ്പിന്റെയും I ഗ്രൂപ്പിലെയും ആളുടെ പിന്തുണ കൂടി തേടുന്ന തരത്തിലേക്കുള്ള ലഭിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഫോർമുല തയ്യാറാക്കി ഇപ്പോൾ നേതൃത്വം അറിയിച്ചു. അതായത് അദ്ദേഹം പറഞ്ഞ കാര്യം വ്യക്തമാണ്. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി തന്നെ നേതൃത്വത്തെ അറിയിച്ചു. അതായത് A ഗ്രൂപ്പിന്റെയും I ഗ്രൂപ്പിന്റെയും പ്രാതിനിധ്യം ഒപ്പം തന്നെ ഇപ്പോഴുള്ള നിലവിലെ സാഹചര്യം ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫോർമുല തയ്യാറാക്കിയാണ് ഇപ്പോൾ AICC എന്നും വന്ന നിരീക്ഷകരെ അറിയിച്ചിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഉയർത്തിക്കാട്ടുന്നത് കെ.സി. വേണുഗോപാലിയാണ്. ഒപ്പം തന്നെ മറ്റുള്ളവരെയും ഉൾപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു ഫോർമുല തയ്യാറാക്കി നൽകിയിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലെ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം.